നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ പ്രസിദ്ധനാണ് സുനിൽ പരമേശ്വരൻ. മനോരമ, മാതൃഭൂമി തുടങ്ങിയ മുൻനിര മാധ്യമ സ്ഥാപനങ്ങൾ സുനിൽ പരമേശ്വരന്റെ നോവലുകൾ പ്രസിദ്ധീകരിക്കാൻ മത്സരിച്ചിരുന്നു. വിഖ്യാത ഛായാഗ്രാഹകനായ സന്തോഷ് ശിവൻ ആദ്യമായി ഒരു സിനിമ സംവിധാനം ചെയ്തത് സുനിൽ പരമേശ്വരന്റെ രചനയിലായിരുന്നു. നിഗംബരൻ എന്ന മാന്ത്രികനായി മനോജ് കെ ജയനും കേന്ദ്ര കഥാപാത്രമായി പൃഥ്വിരാജും അഭിനയിച്ച അനന്തഭദ്രമെന്ന സിനിമയാണത്. സുനിൽ പരമേശ്വരൻ കഴിഞ്ഞ ദിവസം അബാക് മീഡിയയ്ക്ക് ഒരു അഭിമുഖം നൽകിയിരുന്നു. അതിൽ മമ്മൂട്ടിയെക്കുറിച്ച് സുനിൽ പരമേശ്വരൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മമ്മൂട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. മലയാളത്തിന്റെ പ്രിയ നടൻ വീണ്ടും സിനിമകളിൽ സജീവമാകാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. ആ അഭിമുഖത്തിൽ ചില കഥകൾ വെച്ച് സിനിമയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നതിനിടെയാണ് സുനിൽ പരമേശ്വരൻ മമ്മൂട്ടിയെക്കുറിച്ച് പരാമർശിച്ചത്. മണികർണിക എന്ന നോവൽ, അദ്ദേഹം എഴുതിയ ആ നോവൽ നാഗത്തിന്റെ കഥയാണ് പറയുന്നത്. അതൊരു പൂർണ്ണ തിരക്കഥയാക്കിയപ്പോൾ പലരും സിനിമയാക്കാൻ വന്നുവെന്ന് അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്നു. ഹിമാലയത്തിൽ വെച്ച് നടന്ന സംഭവമാണത്. കേദാറിന്റെ താഴ്വരയിൽ പഞ്ചപാണ്ഡവർ ചെളി കൊണ്ട് പണിത ഒരു അമ്പലമുണ്ട്. ഇപ്പോൾ ഉണ്ടോ എന്നറിയില്ല. അവിടെ പോയി വെറുതെ തൊഴും. ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ചെളി വിഗ്രഹത്തിലെ നാഗം തലയുയർത്തി. ഇത് ഞാൻ അപ്പോഴാണ് കാണുന്നത്. ഇതാണ് മണികർണിക എന്ന കഥ. നാഗത്തിന്റെ കഥകൾ സിനിമയാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറയുന്നു. അതിന് ഒരു ഉദാഹരണമായി ഒരു സംഭവം അദ്ദേഹം പറയുകയുണ്ടായി. തന്നെ കാണാൻ ഒരാൾ വന്നപ്പോൾ ഇന്ന് ശിവരാത്രിയാണ്, നിന്നെ ഇന്ന് പാമ്പ് കൊത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. സാർ, ഞാൻ പെന്തക്കോസ് ആണെന്ന് അയാൾ പറഞ്ഞപ്പോൾ അതൊക്കെ ശരി, ഇയാൾ പൂർവ്വജന്മത്തിൽ അവിടെ കാവൽക്കാരനായിരുന്നപ്പോൾ ഒരു പാമ്പിനെ അടിച്ചു കൊന്നിട്ടുണ്ട്. അതിന്ന് അവിടെ വരുമെന്നാണ് സുനിൽ പരമേശ്വരൻ പറഞ്ഞത്. അവിടെയല്ലാതെ എവിടെ നിന്നാലും ഇയാളെ പാമ്പ് കൊത്തും. ഇന്നലെ അവൻ എന്നെ വിളിച്ചിരുന്നു. ഇയാൾ കുമാരകോവിലിൽ പോയി. അതിനകത്ത് ഇവനെ നാഗം സ്പർശിച്ചു. അതിന്റെ വീഡിയോയുണ്ട്. കൊത്തി എന്നാണ് അവൻ പറയുന്നത്, പക്ഷേ കൊത്തിയിട്ടില്ല. അതിനാൽ നാഗത്തിന്റെ കഥകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതിന് അർഹതയുള്ള ആൾ വരുമെന്നും സുനിൽ പരമേശ്വരൻ പറയുന്നു. ബ്രഹ്മയുഗം എന്ന സിനിമ കണ്ടയുടനെ ഞാൻ ഇബ്രാഹിം കുട്ടിയുടെ സുഹൃത്തിന് മമ്മൂട്ടി രോഗാവസ്ഥയിലാകും, ഇത് അപകടമാണെന്ന് മെസ്സേജ് ഇട്ടു എന്നും സുനിൽ പരമേശ്വരൻ അഭിമുഖത്തിൽ പറയുന്നു. 2024 ബ്രഹ്മയുഗം റിലീസാകുന്നത്. രാഹുൽ സദാശിവനാണ് സിനിമ സംവിധാനം ചെയ്തത്. ഈ ഹൊറർ ചിത്രം മികച്ച വിജയമാണ് നേടിയത്. മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും മികച്ച റോളുകളിലൊന്നായിരുന്നു ബ്രഹ്മയുഗത്തിലേത്. പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റിലായിരുന്നു ചിത്രമെത്തിയത്. ജിതിൻ കെ ജോസിന്റെ കളങ്കാവൽ, മഹേഷ് നാരായണന്റെ പാട്രിയോട്ട് തുടങ്ങിയവയാണ് മമ്മൂട്ടിയുടേതായി വരാനിരിക്കുന്ന സിനിമകൾ. ഇതിൽ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രമാണ് കളങ്കാവൽ.